ഹായ് ഫ്രണ്ട്സ്, അവർ ഡ്രീം ബെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആഫ്രിക്കൻ ലവ് ബേഡ്സിന് എങ്ങനെ റിങ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ, പിന്നെ ഏതൊക്കെ പ്രായത്തിലാണ് നമുക്ക് റിങ് ധരിക്കാൻ പറ്റുന്ന ഒക്കെ തന്നെ ഇന്ന് നമുക്ക് ചേട്ടൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഇത് ഷെയർ ചെയ്യുക. നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബേഡ്സിൻ്റെ ലെഗ് ബാൻഡിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. രണ്ട് തരത്തിലുള്ള ലെഗ് ബാൻഡുകളാണ് സാധാരണയായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് കട്ട് റിങ്, അതായത് കട്ട് ടൈപ്പ് റിങ്ങും, രണ്ടാമത്തത് ക്ലോസ്ഡ് ആയിട്ടുള്ള റിങ്ങുകൾ. ഈ രണ്ട് തരം റിങ്ങുകൾ ആഫ്രിക്കൻ ലവ് ബേഡ്സിന് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. മെയിൻലി കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോസ്ഡ് റിങ്സാണ് ഉപയോഗിക്കുന്നത്. കാരണം വളരെ ചെറുതിൽ തന്നെ അവരുടെ കാലിൽ ഈ ഇടാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള റിങ്ങാണ് ക്ലോസ്ഡ് റിങ്സ്. പിന്നെ ഈ കട്ട് റിങ് എന്ന് പറയുമ്പോൾ കുറച്ച് വളർന്നതിന് ശേഷം എന്താ പറയുക, നമുക്ക് പുതുതായിട്ട് നമ്മുടെ പുതിയ അവയറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പക്ഷി വളർത്തുന്ന സ്ഥലത്തേക്ക് നമ്മുടെ പുറത്തുനിന്ന് ഒരു കിളിയെ കൊണ്ടുവരും. അത് നമ്മുടെ കിളിയായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ഐഡൻറ്റിഫിക്കേഷൻ, അതിന് വേണ്ടിയാണ് ഈ മെയിൻലി ഈ റിങ്സ് ഉപയോഗിക്കുന്നത്. ഈ റിങ്സ് ഇപ്പോൾ ഒരു കുറച്ച് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ നമ്മുടെ അവയറി നെയിമും അതുപോലെ തന്നെ അതിൻ്റെ റിങ്ങുകളുടെ എണ്ണം, അഥവാ ബേഡ്സിൻ്റെ എണ്ണം എന്നുള്ള രീതിക്ക് ഒരു നമ്പർ അടിച്ചിട്ട് ഒരു 1 to 25 വരെയുള്ള റിങ്സാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള റിങ്ങാണ് ഇപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള റിങ്ങുകൾ ഇടുന്നത് കൊണ്ട് നമുക്കൊരു ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ DNA സാമ്പിളിങ്ങിനൊക്കെ അയക്കുന്ന സമയത്ത്, DNAക്കൊക്കെ അയക്കുന്ന സമയത്ത് ഒരു ഉപയോഗം എന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ റിങ് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്പീഷ്യസ് നെയിം മാത്രം എഴുതി അയച്ച് നമ്മൾ ഒത്തിരി കിളികൾ നമ്മുടെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയുക, ഒരു ഐഡൻറ്റിഫിക്കേഷൻ ബുദ്ധിമുട്ടായിരിക്കും. DNA സാമ്പിളിങ്ങിനൊക്കെ അയക്കുന്ന സമയത്ത് നമ്മൾ സ്പീഷ്യസ് നെയിമും റിങ് നമ്പറും കൂടെ ചേർത്ത് അയക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യം അതിൻ്റെ DNA ഐഡൻറ്റിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും ആ ബേഡിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കിട്ടാൻ നമുക്ക് എളുപ്പമായിരിക്കും. അത് മാറിപ്പോകത്തില്ല. അതാണ് ഈ റിങ്ങിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഉപയോഗം. പിന്നെ ഏതൊക്കെയാണ് നമ്മുടെ അവയറിയുള്ള കിളികൾ, അവരൊക്കെ എത്ര എണ്ണം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ റിങ് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഈ ബേഡ്സ് വളർത്തുന്നവരെല്ലാവരും തന്നെ ഒരു ഡയറി സൂക്ഷിക്കാറുണ്ട്. ഈ ബേഡ്സിൻ്റെ സ്പീഷ്യസ് നെയിം അല്ലെങ്കിൽ ആ ബേഡിൻ്റെ നെയിം, അതിൻ്റെ കാലിലുള്ള റിങ് ഉണ്ടെങ്കിൽ റിങ്ങിൻ്റെ ആ ഒരു നെയിം, പിന്നെ അവർ എഗ്ഗ് ചെയ്യുന്ന ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ റിങ്ങിൻ്റെ ഉപകാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ബേഡിൻ്റെയാണ് കൃത്യമായിട്ട്, അപ്പോൾ അതിൻ്റെ സ്പീഷ്യസും ഇതൊന്നും ഓർമ്മയില്ല അല്ലെങ്കിൽ അതിനെ പറ്റിയൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ആ റിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നമുക്ക് നമ്മുടെ അവയർ നെയിമാണ് ഇതിനകത്ത് ആദ്യമായിട്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ അവയർ നെയിമുള്ള നമ്മുടെ കിളി മറ്റൊരാൾ കൊടുക്കുമ്പോൾ ഇന്നടുത്ത് കിളി നമ്മുടെ ആണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ സാധിക്കും. പിന്നെ ഇന്നടുത്ത് ഒരിടത്ത് കയറി കിളി കിടക്കുകയാണ് നമ്മുടെ കിളിയാണ് എന്നൊക്കെ നമുക്ക്, നമ്മുടെ ബേഡാണെന്നൊക്കെ നമുക്ക് അത് മാർക്കിങ്ങിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. റിങ് ഇടേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ 3 വിരലുകൾ, ആദ്യത്തെ മുമ്പിലെ 3 വിരൽ ചേർത്ത് പിടിച്ച് ആദ്യം ആ റിങ് അകത്തേക്ക് കയറ്റുക. ശേഷം ആ ബേക്കിലത്തെ വിരൽ പതുക്കെ മടക്കി അങ്ങ് അകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ ആ റിങ് ഇടുന്ന സെക്ഷൻ ഓക്കെ കഴിഞ്ഞു. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 14 to 70 ഡേയ്സിനകത്ത് വേണം ഈ റിങ് നമ്മൾ ഇടേണ്ടത്. അതായത് 14 ദിവസം മുതൽ 17 ദിവസത്തിനകത്ത് വേണം ഈ റിങ് ഇടേണ്ടത്. ഏകദേശം ഒരു കണക്കാണ്. എന്നാലും ഈ അതിനകത്ത് റിങ് ഇടുകയാണെങ്കിൽ നമുക്ക് റിങ് ഇടാൻ വളരെ ഈസി ആയിട്ട് ഇടാൻ പറ്റും. അത് കഴിയുകയാണെങ്കിൽ അവർ നഖം വളരുന്നത് കൊണ്ട് നമുക്ക് റിങ് ഇടാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. അപ്പം 14 ദിവസത്തിന് ആണ് ഇടുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അവർ റിങ് ഇടാനായിട്ട് സാധിക്കുന്നതാണ്. പ്രണതി വെറ്റിനറി ഡയഗ്നോസ്റ്റിക്സിൽ നിന്നാണ് നമ്മൾ ഈ റിങ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ ഓർഡർ കൊടുത്ത ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിങ് കിട്ടുന്നതാണ്. 15 ദിവസം ആകത്തില്ല. ഈ ലോക്ക്ഡൗൺ ടൈമൊക്കെ ആയതുകൊണ്ടാണ് ഡേറ്റ് കൂടിയതെന്നാണ് അവർ നമ്മളെ അറിയിച്ചത്. പിന്നെ നമ്മുടെ അവയറി നെയിം, എത്ര റിങ് വേണം, പിന്നെ എത്രയാണ് മെയിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ള മറ്റ് ഡീറ്റെയിൽസും കൊടുക്കാം. ഇതിനകത്ത് ഒരു റിങ്ങിന് 17 രൂപ വെച്ചാണ് അവർ ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡബിൾ ലൈൻ, അതായത് നമ്മുടെ അവയറി നെയിമും നമ്മളെ പ്ലേസ് നെയിമോ അല്ലെങ്കിൽ ബ്രീഡർ നെയിമോ ഒക്കെ വേണമെങ്കിൽ ഡബിൾ ലൈൻ വേണ്ടി വരും. അതിന് 22 രൂപയാണ് അവർ ചാർജ് ചെയ്തത്, 22 rupees.